നമ്മുടെ ITL World Junior Idol Season 2-ന്റെ മറ്റൊരു കളർഫുൾ ആൻഡ് എക്സൈറ്റിംഗ് എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ITL World Junior Idol Season 2 നമുക്ക് കോമ്പറ്റീഷനിലേക്ക് പോകാം. ബട്ട് ബിഫോർ ദാറ്റ് നമ്മുടെ ജൂനിയർ ഐഡലിന്റെ ഇന്റഗ്രൽ പാർട്ടാണ് നമ്മുടെ ജഡ്ജസ്. ലെറ്റ്സ് വെൽക്കം ദം. ബിജി ബാൽ, റിമി ടോമി ആൻഡ് അനൂപ് ശങ്കർ. നമ്മുടെ ജഡ്ജസ് ഇവിടെ റെഡിയാണ്, ഓർക്കസ്ട്ര മെമ്പേഴ്സും റെഡിയാണ്. ഇനി നമ്മുടെ ഫസ്റ്റ് പെർഫോമറെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഇളയരാജ ക്ലാസിക്സ് റൗണ്ടുമായി എത്തുന്നു ആയിഷ ഷെറിൻ. ലെറ്റ്സ് ഹിയർ ഇറ്റ് അപ്പ് ഫോർ ആയിഷ. ഹായ് ആയിഷ. ഹായ്. തേർഡ് സ്റ്റേജിലെ സെക്കൻഡ് പെർഫോമൻസ് റെഡിയായി വന്നിരിക്കുകയാണ് അല്ലേ? റൈറ്റ്? ഇന്ന് ഏത് സോങ്ങാ പാടാൻ പോകുന്നത്? മുതൽ മര്യാദ എന്ന ഫിലിമിലെ ചിത്ര ചേച്ചിയും രാജാസാറും കൂടി പാടിയ അന്ത നിലാവുത്താൻ. രാജാ സാർ തന്നെയാണ് പാടിയതും അല്ലേ? നല്ല സോങ് സെലക്ഷൻ. നന്നായിട്ട് തകർത്ത് പെർഫോം ചെയ്യാം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ലെറ്റ്സ് വാച്ച് ഇറ്റ്.
ആയിഷ, യു ലിറ്ററലി ഡിഡ് സ്റ്റാൻഡ് ഔട്ട് മോളെ. പറയാൻ വിട്ടുപോയതാണ്, നല്ല ഭംഗിയുണ്ട്, നല്ല ഭംഗിയായി പാടി, ഫ്ലോലെസ് സിംഗിങ്. ഇത്രയും ഇങ്ങനെ ലൈവിലെ മോക്ക് ഇത്രയും ഭംഗിയായിട്ട് പാടാൻ പറ്റുമെങ്കിൽ റെക്കോർഡിങ്സ് ഒക്കെ എന്തായിരിക്കും. യു വിൽ ബി എ ഗ്രേറ്റ് സിംഗർ ഇൻ ദ ഫ്യൂച്ചർ, ഒരു ഡൗട്ടും ഇല്ല അതിന്. നമുക്ക് കമന്റ്സ് അറിയാം ആയിഷ. ഓക്കെ, ജഡ്ജസ്, ഓവർ ടു യു. Aisha, ഹായ് സർ. thank you for rendering this song so beautifully. Excellent it was. താങ്ക്സ് സർ. വളരെ ബ്രൈറ്റ് ആയിട്ട് പാടി മോളെ. ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം അതാണ്. എവറി ആസ്പെക്ട് റിഗാർഡിംഗ് ദിസ് പെർഫോമൻസ് വാസ് സോ ഗുഡ്. എല്ലാ രീതിയിലും സ്റ്റേജ് പ്രസൻസ്, സിംഗിങ് ഓഫ് ദ സോങ്, എക്സ്പ്രഷൻ, ഫീൽ എല്ലാം കൊണ്ട് തന്നെ വളരെ വളരെ മികച്ച നിന്ന ഒരു പെർഫോമൻസ് ആയിരുന്നു. ഇതിൽ ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മുതൽ മര്യാദ എന്ന സിനിമയിലെ പാട്ടാണ്. ഇതിനു മുമ്പ് നമ്മൾ പൂങ്കാത്ത് തിരുമ്പുക എന്ന പാട്ട് കേട്ടു ഈ സിനിമയിൽ ഓൾറെഡി തന്നെ. ഈ ഒരു പർട്ടിക്കുലർ സോങ്ങിൽ ഓർമ്മയുള്ളവർക്ക് ചിലപ്പോൾ മനസ്സിലൊരു ചെറിയ ചിത്രം കാണും. ചിത്രത്തിലെ നായിക രഞ്ജിനി ചേച്ചിയാണ് ഇതിൽ ഈ ഗാനരംഗത്ത് അഭിനയിച്ചിരിക്കുന്നത്. രഞ്ജിനി എന്ന നടിയുടെ ആദ്യ സിനിമയാണ് മുതൽ മര്യാദ. ഈ പാട്ട് ഇളയരാജ സാറും ചിത്ര ചേച്ചിയും ചേർന്നാണ് പാടിയിരിക്കുന്നത്. മോൾ ആ ഒരു ഫീൽ കോൺട്രാസ്റ്റ്, അതായത് രാജസാറിന്റെ ഒരു വോയിസും ചിത്ര ചേച്ചിയുടെ ഒരു എക്സ്പ്രഷനിലും ഉള്ള ഡിഫറൻസ് മോള് മാക്സിമം കൊണ്ടുവരാൻ ശ്രമിച്ചു. വലിയൊരു കാര്യം. സോ ഹാപ്പി ടു ലിസൺ ടു ഇറ്റ്. ആ ഒരു അറ്റംപ്റ്റ് എടുത്തതിന് എനിക്ക് പ്രത്യേകിച്ചൊരു ഫ്ലോ ഒന്നും തോന്നിയില്ല. അത്രയും നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. ആൻഡ് അത് മാത്രമല്ല, ഓവർ ദ സ്റ്റേജസ് ഐഷ നന്നായിട്ട് ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട് പാട്ടിൽ. അതും വലിയൊരു കാര്യമാണ്. ഗോഡ് ബ്ലെസ് യു മോളെ. താങ്ക്സ്. ഐഷ, ഹായ് ചേച്ചി. ഐഷ എന്നുള്ള പേരിപ്പോ ഈ ചേരാത്ത പോലെ തോന്നുന്നു ഈ ഡ്രസ്സില്. എന്താ അത്ര സുന്ദരിയായിരിക്കുന്നു മോളെ, കണ്ണു തട്ടാണ്ടിരിക്കട്ടെ. ഭയങ്കര രസമുണ്ട് ആ പച്ച ഡ്രസ്സ്, ആ പച്ച വള എല്ലാം കൂടെ ചേർന്നിട്ട് ഇവിടെ ഒരു നായകന്റെ കുറവ് മാത്രം ഞാൻ കാണുന്നു. പുറകിലെ ആ മറ്റേ സ്ക്രീനിൽ കാണുന്ന ഒരു ഞാൻ അതിലെ കൂടെ ഐഷ ഓടി നടക്കുന്നതായിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഒരാളെ മാത്രം കണ്ടില്ലല്ലോ. ഞാൻ നോക്കി, ഒരു നായകന്റെ കുറവ് എനിക്ക് ഫീൽ ചെയ്തു. മൊത്തം അത്ര രസമായിട്ട് മോള് പാടി. അപ്പം നമ്മളൊരു ശരിക്കും ഒറിജിനൽ പാട്ട് കേൾക്കുന്ന പോലെ, ഒരു സിനിമയിലൊരു പാട്ട് കേൾക്കുന്ന പോലെ തന്നെ തോന്നി. ലൈവായിട്ട് ഒരു ചെറിയ മിസ്റ്റേക്ക് പോലും പറ്റാണ്ട് എങ്ങനെ ഇത്ര ഭംഗിയായിട്ട് പാടാൻ സാധിക്കുന്നു എന്ന് ഞാൻ അത്ഭുതത്തോടെ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. നല്ല എക്സ്പ്രഷൻ കൊടുക്കേണ്ടോടത്തൊക്കെ നല്ല രസമായിട്ട് എനിക്ക് അതൊക്കെ നല്ല വളരെ സോഫ്റ്റ് ആയിട്ട് നല്ല ഒരു റൊമാൻറ്റിക് ഫീലോട് തന്നെ മോള് പാടി. ഒത്തിരി സ്ഥലം എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്താ എങ്ക എങ്ക കൊഞ്ചം ഞാൻ പാക്കിറേ കണ്ണ് മൂടി, അതൊക്കെ നല്ല മോഡുലേഷൻ നല്ല രസമുണ്ടായിരുന്നു. അതുപോലെ പിച്ചിങ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അല്ലേ. വളരെ എന്താ പറയാ, ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു. കാരണം ഈ ജൂനിയർ ഐഡലിലെ ഇനി തുടങ്ങിയിട്ടേ ഉള്ളൂ. തുടക്കത്തിൽ തന്നെ ഇതിൻ്റെ അകത്ത് എല്ലാവരും നന്നായി പാടുമ്പോൾ ഇനി അങ്ങോട്ട് കോമ്പറ്റീഷൻ എത്ര ടൈറ്റ് ആയിട്ട് പോകും അത് കാണാൻ ഒരു രസം തന്നെയാണ്. കാരണം എല്ലാവരും മത്സരിച്ച് പാടുമ്പോഴാണ് ഒരു മത്സരം ഏറ്റവും ഭംഗിയാവുന്നത്. അപ്പൊ എല്ലാവിധ ആശംസകളും. ഇനി നന്നായി തന്നെ പാടാൻ പറ്റട്ടെ കേട്ടോ. താങ്ക് യു ചേച്ചി. ആയിഷ, ഹായ് സർ. കൂടുതലൊന്നും പറയാനില്ല. കാരണം ഈ കോൺടെസ്റ്റിലെ ഏറ്റവും പ്രൊഫഷണൽ സിംഗേഴ്സിൽ ഒരാളാണ് ആയിഷ, അത് സംശയമില്ല. അതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് ഈ പാട്ട്. കാരണം പല പാട്ടുകളും രാജസാറിന്റെ പല പാട്ടുകളും കേൾക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നുന്നു. പക്ഷെ ഓരോ നോട്ടിലും ഓരോ സ്വരത്തിലും അത് നമ്മളെ കൊണ്ട് എത്തിക്കുന്നത് ഏറ്റവും ബുദ്ധിമുട്ടാണ് പാടുമ്പോൾ. പ്രത്യേകിച്ച് ഈ പാട്ട് വളരെ എന്താ പറയുക, ഒരു ലൈറ്റ്നിങ് പോലെയാണ് എല്ലാ നോട്ടുകളും ഇങ്ങനെ കിടക്കുന്നത്. ഏറ്റവും മേൽസ്ഥായിലാണ് ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ അത് നല്ല സ്ട്രെയിൻ വേണം. പക്ഷെ മോള് കൂളായിട്ട് പാടി. നമ്മളുടെ ഒരു ബോഡി ലാംഗ്വേജിലും മോളുടെ ആറ്റിറ്റ്യൂഡിലൊക്കെ ഒരു ഫീൽ കൊണ്ടുവരാൻ മോക്ക് പറ്റി. എനിക്ക് അനുപല്ലവിയേക്കാൾ ചരണമാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അനുപല്ലവിയിൽ കുറച്ച് ശ്രുതി പ്രശ്നങ്ങൾ ഉണ്ടായതായിട്ട് തോന്നി. മറ്റേ ഗാന്ധാരമൊക്കെ വരുമ്പോഴേ ആ നോട്ടൊക്കെ വരില്ലേ സെക്കൻഡ് ഫ്രേസിൽ, അവിടെ ചെറുതായിട്ട് ആ നോട്ടിലേക്ക് എത്താൻ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് പോലെ. പക്ഷെ ചരണത്തിൽ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് മോള് പാടി കേട്ടോ. എന്തായാലും പ്രത്യേകിച്ച് കുറ്റങ്ങളൊന്നും പറയാനില്ല, വളരെ നന്നായിട്ടുണ്ട്. താങ്ക് യു ജഡ്ജസ്. ഐഷ, ഗ്രേറ്റ് കമന്റ്സ്. ഇനി നമുക്ക് മാർക്സ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം അല്ലേ ഐഷ? അനുപേട്ട, ഔട്ട് ഓഫ് 30. മേഘ്ന, അതുപോലെ വളരെ പ്രത്യേകിച്ച് താങ്ക് ചെയ്യേണ്ട ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഓർക്കസ്ട്രയാണ്. എല്ലാ മാസവും നമ്മുടെ പ്രോഗ്രാമിന് വേണ്ടി 60 പാട്ടുകൾ അവർ മുടക്കാതെ പഠിക്കുന്നുണ്ട്. അവർക്ക് പ്രത്യേക ഒരു താങ്ക്സ്. അതിനുള്ളൊരു ചെറിയൊരു വലിയൊരു സന്തോഷം എന്ന് പറയേണ്ടത് എന്താ വെച്ചാൽ, നമ്മൾ ഈ ചേട്ടാ ഗ്രൂമിങ് സെഷൻ ഇരിക്കുമ്പോൾ വളരെ പ്രത്യേകിച്ച്
കഴിഞ്ഞ സീസണിൽ നമ്മൾ രാജസാറിന്റെ റൗണ്ടിൽ പാടിയ പാട്ടുകളൊന്നും തന്നെ ഈ സ്റ്റേജിൽ ആരും പാടുന്നില്ല. അപ്പോൾ എല്ലാ പാട്ടുകളും ഇവർക്ക് ഫ്രഷ് ആയിട്ട് എടുക്കണം. പക്ഷെ അതിനൊരു വൈമനസ്യം കാണിക്കാതെ ദേ ആർ എൻജോയിങ് ദ പ്രോസസ് ഓഫ് ലേണിംഗ്. അങ്ങനത്തെ പുതിയ പാട്ടുകൾ പഠിക്കുന്നത് ആസ്വദിക്കുന്ന ഒരു ഓർക്കസ്ട്രയും കൂടിയാണ്. അതിന് വലിയൊരു താങ്ക്സ് അവരുടെ തിരക്കുകളുടെ നടുവിൽ ഇത് പഠിക്കുന്നതിനും. അതുപോലെ എനിക്ക് പല വട്ടവും വിട്ടുപോയതാണ്. ഈ ഒരു രാത്രി കൂടിയൊക്കെ ഓർക്കസ്ട്ര വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ്. അത് അപ്പൊ കമന്റ് ചെയ്യാൻ ഒരുപക്ഷെ വിട്ടുപോയതാണ്, ടൈംലി ആയിട്ട് നമ്മൾ സ്കിപ്പ് ചെയ്തതാണ്. പക്ഷെ അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് എല്ലാവരും പെർഫോം ചെയ്തത്. എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല. അതെ, നമ്മുടെ കൊച്ചു ഹരിപ്രസാദ് ചൗരസിക്കും ഒരു പ്രത്യേക താങ്ക്സ്. അല്ല മോഹൻചേട്ടൻ, അത് ഭാവിയിലും ഉപകാരം തന്നെ വരുന്നുള്ളൂ അല്ലെ? എത്ര കൂടുതൽ പാട്ടുകൾ പഠിക്കുന്നോ. ഈ പല റിയാലിറ്റി ഷോസിലും പാട്ടുകൾ ഇങ്ങനെ ആവർത്തിക്കപ്പെടാനുള്ള മെയിൻ കാരണം ഓർക്കസ്ട്ര വായിക്കുന്നവർ തന്നെയാണ്. അത് കുറ്റപ്പെടുത്തി പറയുന്നതല്ല, കാരണം അവർക്ക് പഠിക്കാനുള്ള സമയമില്ല. ഇത്രയും പുതിയ പുതിയ പാട്ടുകൾ പഠിക്കണം. അവർ പറയാം മറ്റേ പാട്ട് തന്നെ പോരെന്ന് പറയുമ്പോൾ ആ പാർട്ടിസിപ്പൻസും പറയും അത് തന്നെ മതിയെന്ന്. അപ്പോൾ നിങ്ങൾക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. നന്ദി മാത്രമേ ഉള്ളൂ കേട്ടോ, ഞാൻ തരുള്ളൂ. ഐഷ, എൻ്റെ മാർക്സ് 28 out of 30. അതുപോലെ സ്റ്റൈൽ, ആറ്റിറ്റ്യൂഡ് ആൻഡ് പെർഫോമൻസ് വാസ് വെരി ഗുഡ്. 3.75 out of 4. താങ്ക് യു അനുവേട്ട. റീം ചേച്ചി 28. ചേച്ചി ഫീലിന് 3. താങ്ക് യു റീം ചേച്ചി. ഞാൻ ടോട്ടൽ 30-ല് ഞാൻ 27.75. നമ്മളെ അനുപല്ലവിൽ ചെറിയ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് എക്സ്പ്രഷന് ഫുൾ മാർക്ക് 3. Thank you, Bicheta. Aisha, your total score is 93.5 on 100. Brilliant scores. Aisha, congratulations. Thank you. ഇനി ഒരു റൗണ്ടും കൂടെ ഉണ്ടല്ലേ? അതിൽ നന്നായിട്ട് പെർഫോം ചെയ്യാം. പ്രീവിയസ് റൗണ്ടിലും നല്ല മാർക്ക് തന്നെ കിട്ടി അല്ലേ? ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക് യു. കായലരികത്ത് വലയെറിഞ്ഞപ്പം വളകിലൂക്കിയ സുന്ദരി പെണ്ണുകെട്ടിന് കുറിയെടുക്കുമ്പോ ഒരു നറുക്കിന് ചേർക്കണേ. ഭാഷയുടെ ഒരു എത്നിക് ഫീല് കൊണ്ടുവരണമെങ്കിൽ അതിന്റെ ഒരു ഒഴുക്കും കൂടി നമ്മൾ പഠിക്കണം. ചേറിൽ നിന്ന് വളർന്ന് പൊന്തിയ കൂറി നിന്നുടെ കൈയിനാ നീ ചോറ് വച്ചത് തിന്നുവാൻ കൊതിയേറെയുണ്ട് നെഞ്ചിനാ. കുറച്ചൊരു ഫീബിളായിട്ട് പാടുന്ന സിംഗറാണ് മോൻ. പക്ഷെ മോൻ അത് ഒരുപാട് ഇംപ്രൂവ് ചെയ്ത് നല്ല ബ്രൈറ്റ് ആയിട്ട് ഈ പാട്ട് നമ്മുടെ മുമ്പിൽ പ്രസന്റ് ചെയ്തു. ഹിമശൈല സൈകത ഭൂമിയിലിന്നു നീ പ്രണയപ്രവാഹമായി വന്നു. അതിഗൂഢ സുസ്മിതം ഉള്ളിലൊതുക്കുന്ന. കുറച്ചുകൂടി ഒരു ബ്രൈറ്റ് ആക്കാം എന്ന് എനിക്ക് തോന്നി. പറ്റും. Ideal World Junior Idol Season 2. Jai Hind TV, for the family, for the nation. Let's move on to the next performance. ITL World Junior Idol Season 2 ഇന്നത്തെ എപ്പിസോഡിലെ നെക്സ്റ്റ് പെർഫോമർ ശ്രേയസ് ആണ്. ഇഷൽ ദർബാർ റൗണ്ടുമായി എത്തുന്നു ശ്രേയസ്. Put your hands together for ശ്രേയസ്. ശ്രേയസ്, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ബ്യൂട്ടിഫുൾ, താങ്ക്സ്. നന്നായിട്ട് ചേരുന്നുണ്ട്. നിങ്ങൾ ഇന്ന് ഏത് പാട്ടാ പാടാൻ പോകുന്നത്? ഞാൻ നീലക്കുയിൽ എന്ന ഫിലിമിലെ കായലരികത്ത്. ആഹാ, ബ്യൂട്ടിഫുൾ സോങ് സെലക്ഷൻ. താങ്ക്സ്. എല്ലാവരും വെയിറ്റ് ചെയ്യാണ്, തകർത്ത് പെർഫോം ചെയ്യണം ശ്രേയസ്. ലെറ്റ്സ് വാച്ച് ഇറ്റ്. കായലരികത്ത് വലയെറിഞ്ഞപ്പം വളകിലൂക്കിയ സുന്ദരി പെണ്ണുകെട്ടിന് കുറിയെടുക്കുമ്പോ ഒരു നറുക്കിന് ചേർക്കണേ. കായലരികത്ത് വലയെറിഞ്ഞപ്പം വളകിലൂക്കിയ സുന്ദരി പെണ്ണുകെട്ടിന്
കടവിൽ വന്നെന്നെ തടവിലാക്കിയ പൈങ്കിളി ഒടുവിളി എന്നെ സങ്കടപ്പുഴ നടുവിലാക്കരുതിക്കളി. വേറെയാണ് വിചാരമെങ്കിൽ നേരമായത് ചൊല്ലുവാൻ വെറുതെ ഞാൻ എന്തിനെറിയും വെയിലത്ത് കയ്യിലും കുത്തി നടക്കണ. കായലരികത്ത് വലയറിഞ്ഞപ്പം വളകിലൂക്കിയ സുന്ദരി പെണ്ണുകെട്ടിന് കുറിയെടുക്കുമ്പോ ഒരു നറുക്കിന് ചേർക്കണേ. അതെ, നിങ്ങൾ നന്നായിട്ട് പാടി കേട്ടാ. നമുക്ക് പെരുത്തിഷ്ടായി ശ്രേയസ്. താങ്ക്സ്. ഓസം പെർഫോമൻസ് ശ്രേയസ്. കമന്റ്സ് അറിയണം അല്ലേ? എക്സൈറ്റഡ്? ഓക്കെ, നമുക്ക് ചോദിക്കാം. ബീച്ചേട്ടാ. ശ്രേയസ്, സർ. നല്ലൊരു സെലക്ഷൻ ഓഫ് സോങ് ആണ്. എൻ്റെ ഒരു പേഴ്സണൽ ഓൾ ടൈം ഫേവറേറ്റ് ആണ് ഈ പാട്ട്. കാരണം ഇത് കോൺസെപ്ച്വലി ഈ പാട്ട് നീലക്കുയിൽ എന്ന് പറയുന്ന സിനിമയാണ്. 50s പടമാണ്. പി ഭാസ്കരൻ മാഷും രാമു കാര്യാട്ടും കൂടി ചേർന്നിട്ട് സംവിധാനം ചെയ്ത സിനിമയാണ്. ഇതിനകത്ത് പ്രത്യേകത വെച്ചാൽ ഇതിനകത്ത് ഒരു ജെനുവിൻ മലയാളത്തിന് വേണ്ടി ജെനുവിനായിട്ട് പാട്ടുകൾ, ഒറിജിനൽ മ്യൂസിക് കമ്പോസ് ചെയ്ത ആദ്യത്തെ സിനിമ ആയിട്ടാണ് ഇത് വിശേഷിപ്പിക്കുന്നത്. അതിനു മുമ്പൊക്കെ ഹിന്ദിയിലെയും തമിഴിലെയും പാട്ടുകൾ ട്യൂൺ കോപ്പി ചെയ്തിട്ട് വരി ഫില്ല് ചെയ്യുന്ന ഏർപ്പാടായിരുന്നു. ഈ സിനിമയിലാണ് ആദ്യമായിട്ട് ഒറിജിനൽ സോങ്സ് രാഘവൻ മാഷ് ചെയ്തത്. അവിടെ തൊട്ടാണ് മലയാളത്തിൻ്റെ തനതായിട്ടുള്ള സംഗീതം ഉണ്ടായി തുടങ്ങിയത് സിനിമയിൽ. അത് അതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ രാഘവൻ മാഷിൻ്റെ ഈണം അദ്ദേഹം തന്നെയാണ് ഇത് പാടിയിട്ടുള്ളത്. പി ഭാസ്കരൻ മാഷ് എൻ്റെ ഒരു മാജിക് എന്ന് പറയുന്നത് എൻ്റെ ഒരു ഏറ്റവും ഉദാത്തമായിട്ടുള്ളൊരു തെളിവാണ് ഈ പാട്ട്. അത്രയ്ക്ക് വാക്കുകളുടെയും ആശയങ്ങളുടെയും പച്ച മലയാളത്തിലുള്ളൊരു എക്സ്പ്രഷനാണ് ഈ പാട്ട്. അത് എടുത്തതിന് വളരെ നന്ദി. നല്ലോണം പാടുകയും ചെയ്തു കേട്ടോ. അസലായിട്ട് പാടി. ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമല്ല, ട്യൂൺ റിപ്പിറ്റേറ്റീവ് ട്യൂൺസ് ആയതുകൊണ്ട് ട്യൂണിൽ അധികം ശ്രദ്ധിക്കേണ്ട കാര്യമില്ല, വരികളിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വലിഞ്ഞു പോയി എന്ന് പറഞ്ഞു. ശീലക്കുടയുടെ കമ്പി പോലെ വളഞ്ഞു പോയി എന്നാണ്. വലിഞ്ഞു പോയല്ല, വളഞ്ഞു പോയി. അപ്പൊ അതുപോലെ പിന്നെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. പിന്നെ ആദ്യത്തെ ട്യൂൺ തന്നെ കുറച്ച് പ്രശ്നം ഉണ്ടായി. പെണ്ണുകെട്ടിനു കുറിയെടുക്കുമ്പോ ഒരു നറുക്കിനു പെണ്ണുകെട്ടിനു കുറിയെടുക്കുമ്പം എന്നാണ്. ഒന്ന് പാടൂ. പെണ്ണുകെട്ടിന് കുറിയെടുക്കുമ്പോ അങ്ങനെ പറഞ്ഞു കേട്ടോ. ട്യൂൺ കുറച്ച് മാറിപ്പോയി. അതെല്ലാത്തിലും ആ സംശയം ഉണ്ടായിരുന്നു. ഇതിലാണ് കുറച്ച് തെറ്റി എന്ന് പറയാവുന്നൊരു ഇത് വന്നത്. പിന്നെ ചില കയ്യിലും കുത്തി എന്ന് വേറെ പാടുണ്ട്. അതൊരു മലബാർ പ്രയോഗമാണ്. കയ്യിലും കുത്തി എന്ന് പറയുന്നത് അവിടെ പറയാം കയ്യിലും കുത്തി അങ്ങനെ ഒരു ഒഴുക്ക് വേണം ഇതിനൊക്കെ. ഭാഷയുടെ ഒരു എത്നിക് ഫീല് കൊണ്ടുവരണമെങ്കിൽ അതിൻ്റെ ഒരു ഒഴുക്കും കൂടി നമ്മൾ പഠിക്കണം. ട്യൂണിൽ പ്രത്യേകിച്ച് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല കൊറിയോഗ്രാഫിയും നല്ല ഒരു രസമായിരുന്നു കേട്ടോ. ഗുഡ്. ശ്രേയസ് ചേച്ചി, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നന്നായിട്ട് പാടി മോന്. നല്ലൊരു പാട്ട്. ഏത് തലമുറയ്ക്കും എപ്പോഴും പുതുപുത്തം പോലെ നിൽക്കുന്ന ഒരു പാട്ട്, ഒരുപാട് പാട്ടുകളുള്ള ഒരു പാട്ടാണ് രാഘവ മാഷിന്റെ ഈ പാട്ട്. അദ്ദേഹത്തിന് വലിയൊരു നമസ്കാരം. എത്രയോ നല്ല നല്ല പാട്ടുകൾ, എത്രയോ പാട്ടുകളാണ് അദ്ദേഹം ശരിക്കും നമുക്ക് മലയാളികൾക്ക് തന്നിരിക്കുന്നത്. മോനത് ഭംഗിയായിട്ട് തന്നെ പാടി. ബീച്ചണ്ണ അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ശരിക്കും ഈ നിസ്കാര തഴമ്പല്ലേ നെറ്റിയില് വരച്ചു വെച്ചേക്കുന്നത്. മറ്റേ നിങ്ങളെല്ലാരും കൂടെ നിൽക്കുന്ന കൊറിയോഗ്രാഫി ചെയ്ത് കാണുമ്പോൾ ഭയങ്കര നമുക്ക് ഒരു പ്രത്യേക ഫീല് തന്നെ കിട്ടി ഈ പാട്ട് പാടിയപ്പോ. പിന്നെ ആകെ മൊത്തം പറയാൻ തോന്നിയത് മോന്റെ മനസ്സിൽ എന്തോ ഒരു ടെൻഷൻ കിടപ്പുണ്ടായിരുന്നു. വരി തെറ്റുവോ, ഇപ്പൊ പഠിച്ചതിന്റെ ആണോ എന്നറിയത്തില്ല അല്ലേ, ട്യൂൺ തെറ്റുവോന്നോ അങ്ങനെ എന്തെങ്കിലും വല്ല ടെൻഷൻ ഉണ്ടായിരുന്നാ? അത് മനസ്സിലായി. അതൊന്നും വേണ്ട, ഫ്രീ ആയിട്ട് തന്നെ പാടിയാൽ മതി. അപ്പൊ കുറച്ചുകൂടെ ഈ പാട്ട് ഇനി നന്നാക്കായിരുന്നു കേട്ടോ. ഓക്കെ. ശ്രേയസ്, മലയാള സംഗീതത്തിന് ഏറ്റവും കൂടുതൽ ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കി തന്ന മ്യൂസിക് ഡയറക്ടേഴ്സിൽ ഒരാൾ ശ്രീ കെ രാഘവൻ മാസ്റ്റർ. പി ഭാസ്കരൻ, രാഘവൻ മാസ്റ്റർ തന്നെ പാടിയ പാട്ടാണത്. ഒരുപക്ഷെ മലയാളത്തിലെ എക്കാലത്തെയും
മോസ്റ്റ് പോപ്പുലർ സോങ്സിൽ ഒന്നും കൂടിയാണ് ഈ പാട്ട്. ശ്രേയസ് നല്ലൊരു എഫേർട്ട് എടുത്ത് പാടി. വളരെ പ്രധാനമായി തോന്നിയ കാര്യം ബിജു ചേട്ടൻ ഓൾറെഡി പറഞ്ഞു, കുറിയെടുക്കുമ്പോൾ എന്ന സ്ഥലത്ത് വരുന്ന ആ നോട്ടിന്റെ ഒരു പ്രോബ്ലം അത് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് സെയിം ട്യൂണിൽ ബാക്കിയുള്ള വരികളിലും ഫീൽ ചെയ്തു. അതുപോലെ കൊതിയേറെയുണ്ടി നെഞ്ചിനായി എന്ന സ്ഥലത്ത് വന്ന ഒരു ബ്രെത്ത് കട്ടം അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക. വളരെ പോസിറ്റിവിറ്റി ഉള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ മോൻ നല്ല ബ്രൈറ്റ് ആയിട്ട് പാടി. അതൊരു ആദ്യത്തെ ബിഗ് പോസിറ്റീവ് ഇൻ ടേംസ് ഓഫ് യുവർ സിംഗിങ്. ബിക്കോസ് ആസ് സെഡ് കുറച്ചൊരു ഫീബിളായിട്ട് പാടുന്ന സിംഗറാണ് മോൻ. പക്ഷെ മോൻ അത് ഒരുപാട് ഇംപ്രൂവ് ചെയ്ത് നല്ല ബ്രൈറ്റ് ആയിട്ട് ഈ പാട്ട് നമ്മുടെ മുമ്പിൽ പ്രസന്റ് ചെയ്തു. ദാറ്റ്സ് എ വെരി ഗുഡ് തിങ്. പിന്നെ ഈ പാട്ടിന്റെ ഒരു കമ്പോസിഷൻ വൈസ് മോന് ഉണ്ടായിരുന്ന ഒരു ചാലഞ്ച്, മോന് നല്ല മ്യൂസിക്കലി ഒരുപാട് ഇൻട്രിക്കസീസ് ഉള്ള പാട്ടൊക്കെ പാടുന്ന സിംഗറാണ്. പക്ഷെ ഇത് മോർ ഓഫ് ഒരു സിമ്പിൾ സിംഗിങ് ആണ് ഈ പാട്ട്. അപ്പോൾ അത് മോന് ഇത്തിരി ചലഞ്ചിങ് ആയിരുന്നു സത്യം പറയുകയാണെങ്കിൽ. പക്ഷെ മോനത് മാക്സിമം നല്ല അറ്റംപ്റ്റ് കൊടുത്ത് പാടിയിട്ടുണ്ട്. ആൻഡ് ആസ് ഐ ഓൾവേസ് സേ, ഒന്നുകൂടി പ്ലസന്റ് ആയിട്ട് പാടാൻ നോക്കുക സ്റ്റേജിൽ എപ്പോഴും. ഒരു ചിരിക്ക് അതിൻ്റെതായ ഒരു വാല്യൂ ഉണ്ട് എപ്പോഴും സ്റ്റേജിൽ പാടുമ്പോൾ. സോ ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സർ. താങ്ക് യു അനൂപേട്ട. ശ്രേയസ് കമന്റ് ശ്രദ്ധിച്ചില്ലേ? ഇനി കുറച്ചുകൂടെ ചിരിച്ചൊക്കെ പാടാം. ഇനി മാർക്സ് കിട്ടുമ്പോൾ ചിരിക്കോ? നോക്കാം. ഓക്കെ, ബിചേട്ടാ മാർക്സ് 27.25 ആണ്. അപ്പം ഫീലിന് ഞാൻ തരുന്നത് 2.25. ഫീലാണ് നമുക്ക് കുറച്ചുകൂടി ഇത് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇത്തരം ഒരു പാട്ടിന് അതിൻ്റെതായിട്ടുള്ള ഒരു ഒഴുക്ക് വേണം. നമ്മളുടെ ഒരു ടെൻഷൻ അതൊക്കെ മാറ്റി വെച്ചിട്ട് തെറ്റിയാൽ തെറ്റി, അത്രയേ ഉള്ളൂ. അല്ലാതെ പക്ഷെ പാട്ടിനോട് നമ്മൾ ചെയ്യേണ്ട ഒരു റെസ്പെക്ട്, ഒരു ആത്മാർത്ഥ കമ്മിറ്റ്മെന്റ് ഒക്കെ ഉണ്ടാവുമ്പോൾ ആ ഫീല് തന്നെ വരും കേട്ടോ. താങ്ക് യു ബിചേട്ടാ. രമി ചേച്ചി 27. എക്സ്പ്രഷന് ഇനി നന്നാക്കാൻ വേണ്ടി ഇപ്പോൾ 3-ൽ 2.25. താങ്ക് യു രമി ചേച്ചി. അനൂപേട്ട മോനെ ഞാൻ 26.5 ഔട്ട് ഓഫ് 30. ആറ്റിറ്റ്യൂഡ് കുറച്ചുകൂടി ഹാപ്പി ആവണം മോൻ സ്റ്റേജിൽ. യു ഹാവ് ടു ബി മോർ കോൺഫിഡന്റ് ആൻഡ് പ്ലസന്റ് ഓൺ സ്റ്റേജ്. സോ ഐ ഗിവ് യു 3 ഔട്ട് ഓഫ് 4. താങ്ക് യു അനൂപേട്ട. ശ്രേയസ്, യുവർ ടോട്ടൽ സ്കോർ ഈസ് 88.25 on 100. സന്തോഷമില്ല അല്ലേ? ഉണ്ടോ? എന്നാ ചിരിച്ചോളൂ. ഹാപ്പി ആയി പോയിക്കോളൂ. അടുത്ത റൗണ്ടും കൂടെ ഉണ്ട്. അതിൽ നന്നായിട്ട് പാടണം. ഇതൊന്നും അല്ല, നമുക്ക് ഇനിയും വേണ്ടേ മാർക്സ്? 80 മതിയോ? 90s and above വേണ്ടേ ശ്രേയസ്? ഓക്കെ, താങ്ക് യു. ഹിമശൈല സൈകത ഭൂമിയിലിന്നു നീ പ്രണയപ്രവാഹമായി വന്നു. നമ്മൾ കേൾക്കുന്ന ആളെ നമ്മൾ ബോധിപ്പിക്കണം ഇതാണ് പാട്ട് എന്നുള്ളത്. നിമിഷങ്ങൾ തൻ കൈക്കുടന്നയിൽ നീ ഒരു നീലാഞ്ജന തീർത്ഥമായി. കുറച്ചുകൂടി ഒരു ബ്രൈറ്റ് ആക്കാം എന്ന് എനിക്ക് തോന്നി. പറ്റും. എനിക്കു തിരിച്ചു കിട്ടാതെ ഞാൻ ഏതോ ദിവാസ്വപ്നമായി. കമ്പയർഡ് ടു ദ പ്രീവിയസ് സ്റ്റേജസ് കുറച്ചുകൂടി പ്ലസന്റ് ആയി. സ്റ്റേജിൽ ചിരിച്ച് പാടാനൊക്കെ തുടങ്ങി. Junior Idol, Ideal World Junior Idol Season 2. Jai Hind TV. For the family, for the nation. ഐഡിയൽ വേൾഡ് ജൂനിയർ ഐഡൽ സീസൺ 2 ഇന്നത്തെ എപ്പിസോഡിൽ അടുത്തതായി പെർഫോം ചെയ്യാൻ പോകുന്നത് ഉണ്ണിമായാണ്. കാവ്യമുരളിക റൗണ്ടുമായി എത്തുന്നു ഉണ്ണിമായ. ലെറ്റ്സ് ഗിവ് ഇറ്റ് അപ്പ് ഫോർ ഉണ്ണിമായ. ഉണ്ണിമായ, ലുക്കിംഗ് ബ്യൂട്ടിഫുൾ. താങ്ക് യു. നല്ല ഭംഗിയുണ്ട് കാണാൻ ഇന്ന് ഉണ്ണിമായെ. എനിക്ക് തോന്നുന്നു ഈ ഔട്ട്ഫിറ്റിലാണ് ഏറ്റവും കൂടുതൽ ഭംഗിയെന്ന് തോന്നുന്നു. താങ്ക് യു. അപ്പൊ ഉണ്ണിമായ ഇന്ന് ഏത് സോങ്ങാ പാടാൻ പോകുന്നത്? ശാലിനി എൻ്റെ കൂട്ടുകാരി എന്ന് പറഞ്ഞ സിനിമയിലെ ഹിമശൈല സൈകഥ എന്നാണ്. കവി MD രാജേന്ദ്രൻ സാറിൻ്റെ. ഓക്കെ, നന്നായിട്ട് പാടാം ഉണ്ണിമായ. താങ്ക് യു. ലെറ്റ്സ് വാച്ച് ഇറ്റ്. ഹിമ
അതിഗൂഢ സുസ്മിതം ഉള്ളിലൊതുക്കുന്ന പ്രഥമോദ ബിന്ദുവായി തീർന്നു. ഹിമശൈല സൈകത ഭൂമിയിലിന്നു നീ പ്രണയപ്രവാഹമായി വന്നു. അതിഗൂഢ സുസ്മിതം ഉള്ളിലൊതുക്കുന്ന പ്രഥമോദ ബിന്ദുവായി തീർന്നു. നിമിഷങ്ങൾ തൻ കൈക്കുടന്നയിൽ നീയൊരു നീലാഞ്ജന തീർത്ഥമായി. നിമിഷങ്ങൾ തൻ കൈക്കുടന്നയിൽ നീയൊരു നീലാഞ്ജന തീർത്ഥമായി. പുരുഷാന്തരങ്ങളെ കോൾമയിർ കൊള്ളിക്കും പീയൂഷവാഹിനിയായി. പീയൂഷവാഹിനിയായി. എന്നെ എനിക്കു തിരിച്ചു കിട്ടാതെ ഞാൻ ഏതോ ദിവാസ്വപ്നമായി. ബോധമബോധമായി മാറും ലഹരി തൻ സ്വേദപരാഗമായി മാറി. കാലം ഘനീഭൂതമായി നിൽക്കുമക്കര കാണാക്കയങ്ങളിലൂടെ. കാലം ഘനീഭൂതമായി നിൽക്കുമക്കര കാണാക്കയങ്ങളിലൂടെ. എങ്ങോട്ട് പോയി ഞാൻ എൻ്റെ സ്മൃതികളെ നിങ്ങൾ വരില്ലയോ കൂടെ. നിങ്ങൾ വരില്ലയോ കൂടെ. ഹിമശൈല സൈകത ഭൂമിയിലിന്നു നീ പ്രണയപ്രവാഹമായി വന്നു. അതിഗൂഢ സുസ്മിതം ഉള്ളിലൊതുക്കുന്ന പ്രഥമോദ ബിന്ദുവായി തീർന്നു. പ്രഥമോദ ബിന്ദുവായി തീർന്നു. ഉണ്ണിമാങ്ങ എന്തോ കലക്കിയില്ലോ, നന്നായി പാടിയായി. കമന്റ്സ് അറിയണം അല്ലേ? കമന്റ്സ് അറിയണോ? അറിയണം. അറിയണം. ഓക്കെ. ജഡ്ജസ് ഉണ്ണിമായ സർ. അസലായിട്ട് പാടി കേട്ടോ. താങ്ക് യു സർ. നല്ല ശ്രീ എം ഡി രാജേന്ദ്രന്റെ കവിതയാണ്. ഒരു അൺകോംപ്രമൈസിങ് ആയിട്ടുള്ളൊരു കവിതയാണ് അല്ലേ? സിനിമയിലാണെന്ന് തോന്നാത്ത രീതിയിലുള്ളൊരു പാട്ടാണ്. ഒരുപാട് സ്ട്രെയിഞ്ച് ആയിട്ടുള്ള മലയാളം വാക്കുകൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ദേവരാജൻ മാഷല്ലേ സംഗീതം? അദ്ദേഹത്തിന്റെ ഒരു കവിതയുടെ ഒരു ഒട്ടും ഒരു ശോഷണം സംഭവിക്കാത്ത രീതിയിലുള്ളൊരു ട്രീറ്റ്മെന്റാണ് അദ്ദേഹത്തിന്റെ പല പാട്ടുകളും. അതും ഒക്കെ കൊണ്ടും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സോങ് ആണ്. ഇടയ്ക്ക് ചില ശ്രുതി പ്രശ്നങ്ങളുണ്ടായി. മുകളിൽ പാടിയപ്പോൾ കുറച്ച് സ്ട്രെയിൻ ഫീൽ ചെയ്തു. രണ്ടാമത് പാടിയപ്പോഴും അത് ഒന്ന് എത്തിക്കാൻ പറ്റിയില്ല എന്ന് തോന്നി. അത് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. കുറച്ചും കൂടി ആർജവം ആവാം എന്ന് തോന്നി. കാരണം ഇത് ഭാഷയുടെ ഒരു എലിവേറ്റഡ് ഫോം ഉണ്ട് ഈ കവിതയ്ക്ക്. അത് കൂടാതെ വളരെ സ്വയം മറക്കുന്നൊരു അറ്റ്മോസ്ഫിയറിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ? സ്മൃതികളോട് എൻ്റെ ഒപ്പം നിങ്ങൾ വരുമോ എന്ന് ചോദിക്കുന്നൊരു ഇതാണ്. സ്വയം മറക്കുന്നൊരു അവസ്ഥയാണ്. ഏതോ ഒരു യാത്രയിൽ പോവുകയും അങ്ങനെ ഒരു ട്രാൻസ് ഫീലാണ്. നമ്മളുടെ ഒരു വളരെ ഭൗതികമായിട്ടുള്ളൊരു അവസ്ഥയല്ല. നമ്മൾ എവിടെയൊക്കെയോ സ്വപ്നത്തിലോ അല്ലെങ്കിൽ അല്ലാതെ നമ്മെ തന്നെ മറന്നൊരു യാത്രയ്ക്ക് പുറപ്പെടുന്നത് പോലെയാണ് ഈ പാട്ട്. അപ്പൊ അതിന്റെ ഒരു ആർജവും ഒരു കൺവിൻസിങ് ആയിട്ടുള്ളൊരു ഇത് ഏത് പാട്ടിനും വേണം. നമ്മൾ കേൾക്കുന്ന ആളെ നമ്മൾ ബോധിപ്പിക്കണം ഇതാണ് പാട്ട് എന്നുള്ളത്. അതിന് പ്രത്യേകിച്ച് ഈ പാട്ടിനൊക്കെ അത് വേണം എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അതെനിക്ക് തോന്നിയൊരു ചെറിയൊരു കുറവായിട്ട് പറയാനുള്ളൂ.
പിന്നെ ചില അക്ഷരങ്ങൾ ഇപ്പൊ ഭ എന്നുള്ള ആ ഭായും ഭ എന്ന് പറഞ്ഞ ഫലത്തിന്റെ ഭായും തമ്മിൽ വ്യത്യാസമുണ്ട്. സൈകത ഭൂവിൽ ഭൂ ആ ഒരു ഭ അങ്ങനെയുള്ള ഇവിടെ നിന്ന് വരണ ആ ഭ. മറ്റേത് മൗത്തിൽ മാത്രം ഒതുങ്ങുന്ന ഭായാണ് ഫലം, ഭാവി. അങ്ങനെയുള്ള രണ്ട് വ്യത്യാസങ്ങൾ മനസ്സിലാക്കണം. ഗഗനം എന്നൊക്കെ പറയുന്ന അക്ഷരങ്ങൾ, പ്രത്യേകിച്ച് കവിത പോലുള്ള പാട്ടുകൾ പാടുമ്പോൾ അതിന് എനർജി വരണമെങ്കിൽ അത്തരം സിലബിൾസ് കൃത്യമായിട്ട് പറയണം കേട്ടോ. വേറൊന്നുമില്ല, മനോഹരമായിട്ട് പാടി കേട്ടോ. മോളെ നല്ലൊരു സോങ് സെലക്ഷൻ കേട്ടോ. താങ്ക് യു ചേച്ചി. ഒരു ഉഗ്രം പാട്ട് തന്നെ മോള് സെലക്ട് ചെയ്തിരിക്കുന്നു. പ്രത്യേകിച്ച് കാവ്യമുരളിക എന്ന് പറഞ്ഞൊരു റൗണ്ട് എത്ര പറഞ്ഞാലും മതിയാവുന്നില്ല. അതൊരു സ്പെഷ്യൽ റൗണ്ട് തന്നെയാണ്. നമ്മുടെ ജൂനിയർ ഐഡലിന്റെ വളരെ ഒരു പ്രത്യേകത തന്നെയാണ്. ഈ റൗണ്ട് വന്നതുകൊണ്ടാണ് ഇത്ര നല്ല പാട്ടുകൾ നിങ്ങൾക്ക് എടുക്കാനും ഞങ്ങൾക്ക് കേൾക്കാനും പുതിയ തലമുറയ്ക്ക് കേൾക്കാത്തവർക്ക് ഇത് കേൾക്കാനും ഒക്കെ ഒരു അവസരം കിട്ടിയത്. എത്ര നല്ല വരികൾ. ശരിക്കും തൃശ്ശൂരുകാരനാണ് അദ്ദേഹം, MD രാജേന്ദ്രൻ സാറ്. എനിക്ക് വളരെ അടുത്ത അറിയാവുന്ന ഒരാൾ. അദ്ദേഹത്തിന്റെ മനോഹരമായ വരികൾ. എനിക്ക് തിരിച്ചു കിട്ടാനാവാത്തൊരേതോ ദിവാസ്വപ്നമായി. ഇത് രസമായിട്ട് അദ്ദേഹം എഴുതിയിരിക്കുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ മാധുര്യമ്മ പാടിയപ്പോൾ അതിൻ്റെ ഒരു കുറച്ചുകൂടെ മോക്കൊരു ഇതാവാം അല്ല, അതിൻ്റെ ഒരു എന്താ ഞാൻ പറയാ, ഹിമശൈല സൈകത ഒരു കുറച്ചുകൂടി ഒരു ബ്രൈറ്റ് ആക്കാം എന്ന് എനിക്ക് തോന്നി. പറ്റും. ഒരു നാടൻ സുന്ദരിയായിട്ട് ഇങ്ങനെ നിന്നപ്പോൾ ഞാനായിട്ട് എന്തിനു ബുദ്ധിമുട്ടിക്കുന്നു ഈ പാട്ടിനെ വെറുതെ ശക്തി കൊടുത്ത് എനിക്ക് വയ്യ എന്നൊരു ഭാവം ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി നന്നാക്കാം അല്ലേ? എന്ത് പറയണോ? അടുത്ത പ്രാവശ്യം നന്നാക്കൂല്ലേ? നന്നാക്കും. ഓക്കെ മോളെ, ശരി. ഉണ്ണിമായ ചേട്ടാ, എൻ്റെയും നല്ല ഒരു സുഹൃത്തും നല്ലൊരു സംഗീതജ്ഞനുമായ ശ്രീ MD രാജേന്ദ്രൻ, അദ്ദേഹത്തിന്റെ ആദ്യ ചിത്രമാണ് ശാലിനി എൻ്റെ കൂട്ടുകാരി. ഈ സിനിമയിലെ തന്നെ സുന്ദരി നിൻ തുമ്പ് കെട്ടിയിട്ട ചുരുൾമുടിയിലാണ് ഏറെ പ്രശസ്തമായ ഗാനം. ദേവരാജൻ മാസ്റ്ററുടെ സംഗീതത്തിൽ പറയുന്ന ഈ മനോഹരമായ കവിത, ശങ്കരാഭരണം എന്ന രാഗം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ദേവരാജൻ മാസ്റ്റർ നമുക്ക് ഈ കവിതയിലൂടെ അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ആ രാഗത്തെ ട്രീറ്റ് ചെയ്തിരിക്കുന്നു എന്നും കൂടിയുണ്ട്. മോൾ നന്നായിട്ട് പ്രസന്റ് ചെയ്തു ഈ കവിത നമ്മുടെ മുമ്പിൽ. ഏറെ സന്തോഷമുള്ള കാര്യം, മോള് കുറച്ചുകൂടി കമ്പയർഡ് ടു ദ പ്രീവിയസ് സ്റ്റേജസ് കുറച്ചുകൂടി പ്ലസന്റ് ആയി. സ്റ്റേജിൽ ചിരിച്ച് പാടാനൊക്കെ തുടങ്ങി. ഇനി ഒന്നുകൂടി ബ്രൈറ്റ് ആവാം. റിമി പറഞ്ഞ പോലെ കുറച്ചുകൂടി ബ്രൈറ്റ്നെസ് ഇൻ സിംഗിങ് വരാനുണ്ട്. അതാണ് ഒരു ചെറിയ സജഷൻ തോന്നിയത്. പിന്നെ സിംഗിങ് വൈസും വളരെ നന്നായിരുന്നു. ചില സ്ഥലത്ത് ശ്രുതി എത്തിയില്ല, സ്പെഷ്യലി നീലാഞ്ജനം എന്ന വാക്ക് വരുന്ന സ്ഥലത്ത്. അതുപോലെ എനിക്ക് എന്ന് തുടങ്ങുന്ന വരി നന്നായിട്ട് പാടി മോൾ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. കയങ്ങളിലൂടെ എന്ന സ്ഥലത്തല്ലേ ഒരു ചെറിയ സംഗതി വരുന്നത്, അത് കയങ്ങളിലൂടെ കറക്റ്റ് ആയിരുന്നു. ഈ ലൂടെയിലാണ് ഒരു ചെറിയ സ്ലിപ്പ് വന്നത്. സെക്കൻഡ് ടൈം ഇറ്റ് വാസ് ബെറ്റർ, ബട്ട് ഫസ്റ്റ് ടൈം ചെറിയൊരു സ്ലിപ്പ് വന്നിട്ടുണ്ടായിരുന്നു. ബട്ട് നെവർ മൈൻഡ്, അസ് ഇറ്റ് വാസ് ഡെഫിനറ്റ്ലി ഒരു ഗുഡ് പ്രസന്റേഷൻ ഓഫ് എ ബ്യൂട്ടിഫുൾ മലയാളം പോയം. നന്നായിട്ട് തന്നെ മോൾ ഈ കവിത നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു. ഇതിന്റെ ശില്പികൾക്ക് പ്രണാമം. മോൾക്കും ഒരു വളരെ വളരെ വലിയ നന്ദി അറിയിച്ചുകൊള്ളുന്നു. താങ്ക് യു. താങ്ക് യു അനുപേട്ട. ഉണ്ണിമായ മാർക്സ് അറിയാം. ബിഫോർ ദാറ്റ് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, മോളെ ആരാ പാട്ട് പഠിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ആരാ? അച്ഛനാണോ? അച്ഛനും അമ്മയും രണ്ടുപേരും. ഫ്രണ്ട്സോ? ഫ്രണ്ട്സും ഉണ്ടല്ലേ. എന്നാ ഓക്കെ, താങ്ക് യു. മേഘന, എനിക്കൊരു കാര്യം, അതായത് കയലരിക്കത്ത് പാടിയപ്പോൾ ശരിക്കും ഒറിജിനൽ സ്വന്തം നാടിന്റെ ഭാഷ ശരിക്കും സംസാരിച്ചല്ലോ മേഘന. എനിക്ക് അതാണ് മേഘന സംസാരിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഉണ്ണിമായ അപ്പൊ മാർക്സ് അറിയണം അല്ലേ? നമുക്ക് ചോദിച്ചു കളയാം. ബിചേട്ടാ ഓൺ 30. 26.75. ഓക്കെ, ഓൺ 3. ഫീലിന് 2.5. താങ്ക് യു ബിചേട്ടാ. റിമി ചേച്ചി 26.75. എക്സ്പ്രഷന് 2.5. താങ്ക് യു റിമി ചേച്ചി. മോളെ 26.75 again out of 30. As said, സ്റ്റേജ് പ്രസൻസ് മോള് കുറച്ചുകൂടി പ്ലസന്റ് ആയിട്ട് പാടാൻ തുടങ്ങിയിട്ടുണ്ട്. സോ 3.5 out of 4. താങ്ക് യു അനുപേട്ട. ഉണ്ണിമായ, your total score is 88.75 on 100. കുഴപ്പമില്ലാത്ത സ്കോർ ആണല്ലോ. നല്ല പ്ലസന്റ് ആയി. ഇപ്പം ഈ സ്റ്റേജിൽ ഒന്നുകൂടെ പ്ലസന്റ് ആയി പാടി. ഇനി അടുത്ത സ്റ്റേജിൽ ഒന്നുകൂടെ പ്ലസന്റ് ആവാ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അയ്യോ, അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. ITL വേൾഡ് ജൂനിയർ ഐഡൽ സീസൺ 2ന്റെ മറ്റൊരു എപ്പിസോഡിൽ കാണാം. ബട്ട് ബിഫോർ ദാറ്റ് ലെറ്റ് മീ റിമൈൻഡ് യു സംതിങ്. നമ്മുടെ മെയിൻ സ്പോൺസേഴ്സ് ആണ് ITL വേൾഡ് ട്രാവൽ മാനേജ്മെന്റ് കമ്പനി. നമ്മളെല്ലാവരും യാത്ര ഒരു സ്വപ്നമാണ്.
അപ്പം നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ എപ്പോഴും ITL World Travel Management Company is there for you. By saying that, it's me, Meghna, offering out from your favorite show, ITL World Junior Idol Season 2. Good night, take care, and bye-bye. மன்றம் வந்த தென்றலுக்கு மஞ்சம் வர நெஞ்சமில்லையோ അൻപേ അൻപേ. ശ്രീഹരി നന്നായി എന്ന് ഞാൻ പറയുന്നില്ല. ഇറ്റ് വാസ് ജസ്റ്റ് എക്സലന്റ്. ശ്രീഹരിയുടെ എല്ലാ ഇതുവരെയുള്ള പെർഫോമൻസിൽ ഏറ്റവും എനിക്ക് തോന്നിയ ഒരു ബെസ്റ്റ് പെർഫോമൻസ് എന്ന രീതിയിൽ എനിക്ക് തോന്നിയത്. ചന്ദ്രകാന്തം കൊണ്ട് നാലുകെട്ട് അതിൽ ചന്ദനപ്പടിയുള്ള പൊന്നോ ഞാൻ. മോളുടെ ഏറ്റവും വലിയൊരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് നല്ല ഫീൽ ഉള്ള ഒരു സിംഗറാണ്. ആതിര പെണ്ണിന്റെ വെണ്ണില പാൽക്കുടം നീയൊന്നു തൊട്ടപ്പോൾ പെയ്തു പോയി. കുറച്ചുകൂടി മോള് പ്ലസന്റ് ആയിട്ട് പാടണം. പാലം കയ്യാലിടം കയ്യാൽ വടിച്ചിട്ടും തടുത്തിട്ടും പ്രണയം പോൽ പറക്കുന്ന മാനപായസം. വളരെ ആപ്റ്റായിട്ട് തോന്നി മോക്ക് ഈ പാട്ട്. തലതിന്ന താനാതിന്ന താനാതിന്ന തിന്തിന്നോ തലതിന്ന താനാതിന്ന താനാതിന്ന തിന്തിന്നോ. എന്തായാലും ഇത് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് പാടി മോള് കേട്ടോ. ആമോദത്തോടെ ഈ ഗാനം പാടാം, ഉല്ലാസത്തേരിൽ ആടിപ്പാടാം, സന്തോഷത്തോടെ ഒത്തുചേരാം, ആനന്ദത്തോടെ ജൂനിയർ ഐഡൽ. ഗാനവിസ്മയം തീർത്തു നമ്മളെന്നുമെന്നും ജൂനിയർ ഐഡൽ. ഉത്സവത്തിൽ മേളമായി നിങ്ങൾക്കൊപ്പം ജൂനിയർ ഐഡൽ. ആമോദത്തോടെ ഈ ഗാനം പാടാം, ഉല്ലാസത്തേരിൽ ആടിപ്പാടാം, സന്തോഷത്തോടെ ഒത്തുചേരാം, ആനന്ദത്തോടെ ജൂനിയർ ഐഡൽ. ഗാനവിസ്മയം തീർത്തു നമ്മളെന്നുമെന്നും ജൂനിയർ ഐഡൽ, ജൂനിയർ ഐഡൽ, ജൂനിയർ ഐഡൽ, ജൂനിയർ ഐഡൽ, ജൂനിയർ ഐഡൽ. ITL World Junior Idol Season 2. Remy Tommy, Bijibal, Anup Shankar and Meghna's costume sponsored by Rajakumari Total Shopping, Attingal, Pothankot.